വാട്സപ്പിൽ നിങ്ങൾ അറിയാത്ത കുറേ ഹിഡൻ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. നോക്കാം. ലെറ്റ്സ് സേ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ഓഡിയോ വന്നു. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അയച്ച ഓഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് വന്ന ഓഡിയോ ആയിരിക്കാം. പക്ഷേ ആ ഓഡിയോയ്ക്കകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് പ്ലേ ചെയ്ത് നോക്കാനോ ഇങ്ങനെ കാതി വെച്ച് നോക്കാനോ ഒക്കെ നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു ഫീച്ചറുണ്ട്. ജസ്റ്റ് ആ ഓഡിയോയിൽ ഹോൾഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരും. ട്രാൻസ്ക്രൈബ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓഡിയോയിൽ എന്താണോ പറയുന്നത് അത് അതേപോലെ ട്രാൻസ്ക്രൈബ് ചെയ്ത് തരും. ട്രാൻസ്ക്രൈബ് എന്താണെന്ന് വെച്ചാൽ ആ ഓഡിയോയിലുള്ളത് ഒരു ടെക്സ്റ്റ് ഫോമിൽ ആ ഓഡിയോയുടെ താഴെ ഇങ്ങനെ എഴുതി കാണിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇംഗ്ലീഷ്, സ്പാനിഷ് അങ്ങനെയുള്ള ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മലയാളം ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിപ്പോൾ ഒരു പ്രൊഫസർ ഒരു ഓഡിയോ അയച്ചു തന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷിലുള്ള ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാം. നമ്പർ 2, നിങ്ങൾക്ക് ഇനി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ എഫക്ട്സ് കിട്ടും. അതിൻ്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഓരോരുത്തന്മാർ ഇങ്ങനെ വെച്ച് വീഡിയോ കോൾ ചെയ്യും, ഇങ്ങനെ വെച്ച് വീഡിയോ കോൾ ചെയ്യും. അതിനിടയിൽ എഫക്ട്സും കൂടി വരുന്ന സമയത്ത് രസമായിരിക്കും. നിങ്ങൾക്ക് ഇനി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആയിട്ട് ഒരു എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കും. ആ എഫക്ട്സ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനും നിങ്ങൾക്ക് കുറേ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ നിങ്ങളിപ്പോൾ വെറുതെ ഒരു കോളിലിരുന്നിട്ട് നീ പറ, ഞാൻ പറയാം, നീ പറ അത് പറയുന്നേക്കാളും നല്ലത് ഇങ്ങനെ എഫക്ട്സ് ഒക്കെ ഇട്ട് കുറച്ച് നേരം സമയം കളയാൻ പറ്റും. യൂസ്ഫുൾ ആണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് മേ ബി ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടി വരുന്നു, ഒരാളെ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന സമയത്ത് ബർത്ത്ഡേയുടെ എഫക്ട്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആ എഫക്ട്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ മേ ബി അതിനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. GB വാട്സപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പോഴും ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഇപ്പോഴും GB വാട്സപ്പ് ഉപയോഗിക്കുന്ന മഹാനായ മനുഷ്യനാണെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ, എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ആൻഡ് ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഉള്ളത് പറയുകയാണെങ്കിൽ ഞാൻ ഈ സബ്സ്ക്രൈബിൻ്റെ കാര്യം പറയാൻ മറന്നു പോകും. അപ്പോൾ നിങ്ങളും മറന്നു പോകും. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ GB വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് ചാറ്റിൻ്റെ തീം നമുക്ക് ഭയങ്കരമായിട്ട് മൊത്തത്തിൽ മാറ്റാൻ പറ്റുമായിരുന്നു. അത്രയും പറ്റൂലെങ്കിലും ഏകദേശം ഒരു രീതിയിൽ നമുക്ക് ചാറ്റ് തീമുകൾ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ പിങ്ക് കളർ ആക്കാം, ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ ആക്കാം. ബട്ട് എനിക്കതൊരു നല്ല ഫീച്ചറായിട്ട് തോന്നി. ഈ ബോറിംഗ് ആയിട്ടുള്ള വാട്സപ്പിൻ്റെ പച്ചയും മഞ്ഞയും മാറ്റി ഡിഫറെൻ്റ് ആയിട്ട് ആക്കാൻ പറ്റും. അടുത്ത മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാൻ പറ്റും. അവിടെ താഴെയായിട്ട് റൈറ്റ് കോർണറിൽ നമുക്ക് മെൻഷൻ്റെ ഒരു അറ്റ് ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. ഇതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പണ്ടത്തെ വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ചാറ്റ് പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. എന്നാൽ ഇത് ഇപ്പോൾ മാറിയിട്ട് ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് ചാറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ അത്ര ഇല്ലെങ്കിലും എന്നാലും കുറച്ചുകൂടി പബ്ലിക് ആയിട്ടുള്ള ഒരു ലെവലാണ് നമ്മുടെ വാട്സപ്പ് ഇപ്പോൾ പോണത്. സെർച്ച് ബാറിൽ ചെന്നിട്ട് റീൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീൽ ഇപ്പോൾ മലയാളം എന്ന് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ അകത്ത് തന്നെ ഇൻസ്റ്റഗ്രാം റീൽ കാണാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോകേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഒരു സാധനത്തിനെ പറ്റി സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ആവും. ചാറ്റ് ബോക്സിൻ്റെ അകത്ത് നമുക്ക് റീൽ കാണാൻ പറ്റും. ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് മെസ്സേജ്. ഇത് ആക്ച്വലി ഉണ്ടായിരുന്നതാണ്. പക്ഷേ അവരൊരു ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കണും കൂടി അല്ലെങ്കിൽ ഒരു വേർഡും കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ചാറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് അത് സെൻഡ് ചെയ്തില്ല, നിങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട്, അതായത് ആ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ചാറ്റിനകത്ത് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അയച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ഡ്രാഫ്റ്റിൻ്റെ അർത്ഥം. സോ ഇത്രയേ ഉള്ളൂ വാട്സപ്പിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഈ ഫീച്ചേഴ്സ് എല്ലാം കുറച്ച് നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അറിയായിരുന്നു എന്നുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ കിടിലം വീഡിയോസ് ഇനി വരുന്നുണ്ട്. ട്രസ്റ്റ് മീ ഗൈസ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് കണ്ടതാണ്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഏത് ലെവലിൽ എത്തേണ്ട ചാനലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഇനി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടമായിരിക്കും. അടുത്ത വീഡിയോ കാണാം.